ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ, ഇപ്പം എല്ലാവിടെയും എമ്പുരാൻ തരംഗമാണല്ലോ. എവിടെ നോക്കിയാലും എമ്പുരാൻ എമ്പുരാൻ എമ്പുരാൻ. അപ്പോൾ നമ്മൾക്ക് ഇവിടെയും എമ്പുരാൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ പോയിട്ടുണ്ടായി. ഞാൻ പോയില്ല കേട്ടോ, കാരണം ഏജ് 16+ ആയതുകൊണ്ട് അമ്മുവിനെ കയറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഷോ ആണെങ്കിൽ രാത്രി 8 മണിക്കായിരുന്നു ഷോ. അപ്പോൾ പിന്നെ അമ്മുവിനെ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല. അതുപോലെ രാത്രി ആയതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല, ഷീജയുടെ മാത്രമേ പോയത്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള തിയേറ്ററിൽ ഈ ഒറ്റൊരു ഷോയേ ഉണ്ടായുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ജനീവ, ബേൺ അവിടെ എവിടെയെങ്കിലും പോകണം. അവിടെ 3 ദിവസമൊക്കെ ഷോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ ഷീജേട്ടൻ എമ്പുരാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണാൻ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. കോമഡിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നലെ എമ്പുരാൻ കാണാൻ പോയിട്ട് വന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആളോട് എമ്പുരാൻ്റെ കഥകളൊക്കെ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ എമ്പുരാൻ കാണാൻ പോയിട്ട്? അങ്ങനെ ഇന്നലെ ഇവിടെ എമ്പുരാന്റെ റിലീസ് ഉണ്ടായിരുന്നു ലൊസാനില്. അപ്പോൾ ഒരു ഷോ ഉള്ളൂ രാത്രി 8 മണിക്ക്. അപ്പൊ നമ്മൾ ആദ്യം പോകാൻ തീരുമാനിച്ചതല്ല, കാരണം അമ്മൂനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പോകണ്ടെന്ന് വെച്ചാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം എൻ്റെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സൗമ്യം അമ്മൂക്ക് പറഞ്ഞ പൊക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫൈനലി വൈകിട്ട് ഡിസൈഡ് ചെയ്ത് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 8 മണിയായപ്പോൾ എത്തി തിയേറ്ററിൽ. ഒരു ഷോ ഉള്ളല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം കയറി ഇരുന്നു, അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ നമ്മൾ ഇവിടുത്തെ റിവ്യൂ എല്ലാം കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ധാരണ ഉണ്ട്, പടം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞ മോഹൻലാല് 1 മണിക്കൂർ കഴിയുമ്പോൾ എത്തത്തുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് പൊളിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയത്. അങ്ങനെ പടം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 7-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ ഫുൾ ആളുണ്ടായിരുന്നു. തിയേറ്ററിൽ സാധാരണ ഇവിടുത്തെ തിയേറ്ററിൽ 2 പേര് 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ നേരം കാണാൻ പോയപ്പോ മലയാള ഫിലിംസിനല്ലേ? മലയാള ഫിലിംസിന് ആള് വളരെ കുറവാണ്. കാരണം നമ്മൾ ഏറം കാണാൻ പോയപ്പോൾ ഞാനും ഇവിടുന്ന് പോയ എന്റെ ഫ്രണ്ടും പിന്നെ വേറൊരാളും കൊണ്ട് ഉണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നലത്തെ പടത്തിന് 10-28 പേരുണ്ടായിരുന്നു. അപ്പൊ മീൻസ് ഇവിടെ അത് കുറച്ച് അധികം ആൾക്കാരാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, അടിപൊളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം എല്ലാവരും റിവ്യൂ ഒക്കെ ഉണ്ടാ വന്നത്, സെക്കൻഡ് ഹാഫ് പൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു, റിവ്യൂ ഉണ്ടായിരുന്നു. മറ്റേ മോഹൻലാല് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്, അത് സൂപ്പറാണ് അങ്ങനെ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഇതൊക്കെ ഇൻക്യൂഷനെ കുറിച്ചിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ പടം കണ്ടു. പേരൊന്നും എഴുതി കാണിച്ചില്ല പടത്തിന്റെ, ജസ്റ്റ് പടം കൊണ്ട് തുടങ്ങി. അപ്പൊ നമ്മള് ചില പടങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, പേര് എഴുതി കാണിക്കില്ല, ഫസ്റ്റ് സീൻ കാണിച്ചിട്ട് പിന്നെ ഇടക്ക് കാണിക്കും. അങ്ങനെ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇനി ഫസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ക്ലൈമാക്സ് പോലെ കാണിച്ചിട്ട് പിന്നെ സ്റ്റോറി പറയാനിരിക്കും, അങ്ങനെയൊക്കെ ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ട് പിന്നെ അന്നും അങ്ങോട്ട് ഇതാവുന്നില്ല. പെട്ടെന്ന് പടം ഫാസ്റ്റ് മൂവ് ആയിട്ട് പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് പെട്ടെന്ന് ഫാസ്റ്റ് ആയി പോകുന്നു, പെട്ടെന്ന് എല്ലാം തീർന്നു പോകുന്നു. അതായത് ഒരു നമ്മൾ കേട്ടത് ലാഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് ഭയങ്കര മാസമാണ്. പക്ഷെ നമുക്ക് ലാഗൊന്നും ഇല്ല, പെട്ടെന്ന് പടം പോകുന്നു, അടിയിടിയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവസാനം ഒന്ന് ഇന്റർവെൽ ആയ സമയത്ത് നോക്കുമ്പോ അവരിങ്ങനെ L3 ഇങ്ങനെ അപ്കമിങ് എന്ന് പറഞ്ഞ് കാണിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ് കാണിച്ചു. എന്താണ് അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല, ഡയറക്ടർ ബൈ പൃഥ്വി. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ പേരെഴുതി കാണിക്കാൻ തുടങ്ങി ഓരോ ആൾക്കാർ. അപ്പൊ നമ്മളോർത്ത് അപ്പൊ മനസ്സിലായില്ലേ ഇല്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചാൽ എല്ലാവരും ഞങ്ങളോട് മുഖത്തോട് മുഖം നോക്കി നോക്കിയിരുന്നിട്ട് എന്താണ് പേര് എഴുതി കഴിക്കണത്. പെട്ടെന്ന് അത് തീർത്ത് പറഞ്ഞു. അവസാനത്തെ ഒരു സീൻ പോലെ ഒരു എൻഡിങ്, പ്രോപ്പർ പോലത്തെ എൻഡിങ് ആക്കിയിട്ട് ഒരു കൺക്ലൂഷൻ പോലെ നിർത്തിയിട്ട് തീർത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കണ്ടിന്യൂറ്റി വേണ്ടേ, നമ്മൾ മുമ്പ് കണ്ട സീൻ ഒരു കണ്ടിന്യൂറ്റി വേണ്ടേ, അതില്ല. അപ്പൊ ഞങ്ങൾ വെച്ചപ്പോ അവിടുത്തെ അവരോട് ചേച്ചി പറഞ്ഞു, ഇല്ല അത് പൃഥ്വിരാജ് ഓൾറെഡി പണ്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരും പടം കഴിയുമ്പോൾ തന്നെ എനിക്ക് പോകരുത്, പേരെഴുതി കാണിച്ചുമ്പോ പോകരുത്, സസ്പെൻസ് ഉണ്ട് അങ്ങനെ. അപ്പൊ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ മനസ്സിലായോ ഇല്ല. അപ്പൊ നമ്മൾ ഓർത്തത് വെച്ചാൽ പുതിയ ടെക്നിക്കാന്ന് ഓർത്ത് പൃഥ്വിരാജിന്റെ ഇൻ ബിറ്റ്വീൻ പേരെഴുതി കാണിക്കും, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. അതാണ് കോമഡി എന്ന് വെച്ചാൽ ഒരു ഞങ്ങൾക്ക് മലയാളം അറിയാൻ പാടാത്ത ഒരു നമ്മുടെ ഫ്രണ്ട് ഉണ്ട് പൂനെയിലുള്ളത്, അവനെ കൊണ്ടുപോയി സെക്കൻഡ് പാർട്ടാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട്.
നമ്മൾ ഇരുന്ന് കാണണേ. അത് കഴിഞ്ഞ് പാവം ഞങ്ങളെ കഥയൊക്കെ ലൂസിഫറിലെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ കണ്ട് അങ്ങനെ ഇരുന്ന് 9 മണിയായി. 9 മണിക്ക് പടം എഴുതി കാണിച്ച് ലാസ്റ്റ് അപ്പൊ ഇത് എഴുതി കാണിച്ചപ്പോ ഒരാളെ എനിക്ക് പോയി, ഞങ്ങള് മിണ്ടിയൊന്നുമില്ല. അപ്പൊ ഞങ്ങളോട് ഓരോ ടിക്കറ്റില് 11:15 വരെ ഉണ്ട് രാത്രി. 8 മണി തൊട്ട് 13 മണിക്കൂർ പടമുണ്ട്. 8:15 വരെയും പരസ്യം വരുന്നു. അത് 9:15 1:15 മണിക്കൂർ പടം തീർന്നു. അങ്ങനെ നമ്മൾ കുറെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇത് തുടങ്ങുന്ന ലക്ഷണമില്ല. കാരണം പിന്നെ ഇന്റർവെൽ അത്ര വലുതല്ല, ബ്രേക്ക് ഇല്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ആരെയും കാണാനില്ല തിയേറ്ററിന്റെ അവിടെ. കാരണം രാത്രി കഴിഞ്ഞ് ഇവിടെ എല്ലാവരും പോകുമല്ലോ. അങ്ങനെ ഞങ്ങള് പിന്നെ ഫ്രഞ്ച് പറയാൻ പാടില്ല എനിക്ക് വേണ്ടി, അത് എനിക്കല്ല ഞങ്ങളുടെ കുട്ടികൾക്ക് അവർക്ക് ഫ്ലുവൻ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, കുറെ എല്ലാ മലയാളികളായിരുന്നു. അപ്പോൾ ഒരു ചേച്ചിക്ക് ഫ്രഞ്ച് എന്നാണെന്ന് അറിയാം, അവരില്ല കുറെ പേർക്ക് അറിയാം, അവർ കുറെ വർഷങ്ങളായവരാ. ആ ചേച്ചിനെ കൊണ്ട് പോയി അങ്ങനെ ചോദിച്ചു. അപ്പൊ അവർക്കൊന്നും അറിയില്ല. അപ്പൊ അവര് പറഞ്ഞ് ഓൾറെഡി പ്രൊജക്ട് ചെയ്യുന്ന ആള് സിനിമ ഓണാക്കി വെച്ചിട്ട് പോവും, ഓട്ടോമാറ്റിക് അല്ല ബാക്കി ഓഫായി പോവും പടം കഴിയുമ്പോൾ. അങ്ങനെ പിന്നെ അവര് ഈ നിങ്ങള് ഡിസ്ട്രിബ്യൂട്ടറെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ വിളിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ചപ്പോ അവര് ചോദിച്ചു നിങ്ങൾ ഏത് സീൻ പോലെ കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ആ സീൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതായത് നമ്മൾ ഈ സീനാണ് ഫസ്റ്റ് കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് പടം ഇട്ടത് ഫസ്റ്റ് ഹാഫ് ഇട്ടില്ല, ഒരു സെക്കൻഡ് ഹാഫോടെ ഞങ്ങൾ പടം തുടങ്ങിയത്. അപ്പൊ അതായിരുന്നു മാസ്, മോഹൻലാലിന്റെ എൻട്രി ഫുള്ള് മാസ് സീൻ മാത്രം. ടൈം സേവ് ആയില്ലേ ഫസ്റ്റ് ഹാഫിന്റെ അത്ര ടൈം സേവ് ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ പിന്നെ അവര് ആ സേവ് അല്ല അങ്ങനെ ഞങ്ങളെ പുറത്ത് ഒരു ഇതാണ്, എല്ലാരും എക്സൈറ്റഡ് ഒന്നല്ലേ. ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കണ്ടോ. ഇല്ല, അത് കഴിഞ്ഞ് ഞങ്ങള് അയാളെ തിരിച്ചു വിളിച്ചു. അയാള് വീട്ടിൽ പോയി. അങ്ങനെ അയാൾ കാറിൽ വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇനി ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അവർക്ക് 1 ടൈം എന്തോ അങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ, ഇത് പാസ് ചെയ്യല്ലാണ്ട്. അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു ഫയല് അവര് ഇട്ടതാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്കൊരു കോംപ്ലിമെന്ററി ടിക്കറ്റ് വന്നു അവിടെ തന്നെ. വേറെ ഏതെങ്കിലും സിനിമ കാണാം, നമ്മൾക്ക് പറ്റിയ ഇൻകൺവീനിയൻസിന് ഇത് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു സിനിമ കാണാം, ഒരു ടിക്കറ്റ് വന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം തന്നു നമുക്ക്. 20 മിനിറ്റ് ഉണ്ട്, അപ്പൊ നിങ്ങൾ ആ വെയിറ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തിരിച്ചു വന്ന് പുള്ളി ട്രൈ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഫയല് വേറെ വരണം, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 9:30 നിന്നിട്ട് 10:30 മണി വരെ. അങ്ങനെ ലാസ്റ്റ് അവർ പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കിട്ടിയതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ രണ്ടാമത് ഇതും ചെയ്യണമെങ്കിൽ തന്നെ ഇനി ഫയലൊക്കെ ഡൗൺലോഡ് ആവണം എന്തൊക്കെ പറഞ്ഞു, എന്തോ ലേറ്റ് ആവും. പിന്നെ അപ്പോ നമ്മളിന്ന് പറഞ്ഞു ഇത്രയും 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവര് രണ്ടാമത്തെ ഒരു കോംപ്ലിമെന്ററി ടിക്കറ്റ് വന്നു എമ്പുരാന്റെ. ഇത് ജനീവയിലാണ്. എമ്പുരാന്റെ എല്ലാവർക്കും ഒരു കോംപ്ലിമെന്ററി ടിക്കറ്റ് വന്നു സാറ്റർഡേ പോകാൻ വേണ്ടി. പിന്നെ അവര് പിന്നെ ഓൾറെഡി പറഞ്ഞ വെച്ചാല് ഇന്ന് ഡിസ്ട്രിബ്യൂട്ടറിനെ വിളിച്ച് നോക്കട്ടെ, എന്നിട്ട് ഇന്ന് അവർക്ക് ഫയല് കിട്ടി എല്ലാം ഓക്കെ ആവുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഒന്നുകൂടി കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എമ്പുരാൻ 3 മണിക്കൂറിന്റെ പടം 1.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർത്തു. ഞങ്ങൾ സന്തോഷമായി നേരത്തെ വീട്ടിലെത്തി. റെക്കോർഡ് ഇട്ട് എമ്പുരാൻ എളുപ്പത്തിൽ കണ്ടു തീർത്തിട്ട് വന്ന ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഏറ്റവും വലിയ കോമഡി അറിയാം, ഒരു ഹിന്ദി ഫ്രണ്ടില്ലേ അടുത്ത് ഞങ്ങൾ പറഞ്ഞു എടാ നമുക്ക് പോവാം, നമ്മളിപ്പോ സെക്കൻഡ് പാർട്ടാണ് കണ്ടെന്ന് പറഞ്ഞു. പുള്ളി നമ്മള് വന്നത് സെക്കൻഡ് പാർട്ട് കാണാനാണല്ലോ, അങ്ങനെ അറിയില്ല നമ്മള് സെക്കൻഡ് ഹാഫാണ്. നമ്മൾ പറഞ്ഞു ലൂസിഫർ അല്ല, നമ്മൾ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് കണ്ടെന്ന്. കോമഡി കാരണം വന്നാലും എന്നാലും നമുക്ക് 2 ടിക്കറ്റ് കിട്ടി, കോംപ്ലിമെന്ററി ടിക്കറ്റ് കിട്ടി. പിന്നെ എമ്പുരാന്റെ ഫസ്റ്റ് ഹാഫ് ഇനി ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ തിയേറ്ററിൽ പോയി കാണണം, OTT കാണേണ്ടി വരും. കാണണമെങ്കിൽ ജനീവ പോണം. അങ്ങനെയാണ് എമ്പുരാന്റെ കഥ. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് കണ്ടിരിക്കാം. പക്ഷെ എനിക്ക് ലൂസിഫറാണ് ഇഷ്ടമായത്. ഇതിനേക്കാളും ലൂസിഫറാണ് ഇഷ്ടം. ഒരുപാട് ഹൈപ്പ് കൂടിപ്പോയത് കൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരു. അപ്പൊ ഇതാണ് എന്റെ എമ്പുരാൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നില്ലേ ഇവരുടെ കാരണം അമ്മയും മോളും കൂടി ഭയങ്കര സങ്കടം തോന്നുന്നു ഞാൻ പോയപ്പോ. ഭയങ്കര സന്തോഷമായി. എനിക്കെന്താണേലും പോയി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഷീജേട്ടന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പകലാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല, അമ്മനെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ആക്കിയിട്ട് പോകാറുന്നത്. ഇപ്പോൾ രാത്രി 8 മണിക്ക് ഷോ തുടങ്ങി 11:15 കഴിഞ്ഞ് നമ്മൾ വീടെത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണേലും രാത്രി 12 മണിയാവും. അതുകൊണ്ട് അമ്മനെ എനിക്ക് എവിടെയും ആക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്താണേലും എനിക്ക് സന്തോഷമായി, പകുതിയെ കാണാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ എമ്പുരാൻ വിശേഷം. അപ്പൊ എന്താണേലും നമ്മുടെ വിശേഷം നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എത്രേ ഉള്ളൂ. അപ്പോ എമ്പുരാൻ ഒന്നുകൂടി കാണണം വിശുദ്ധമായിട്ട്. അതെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എമ്പുരാൻ OTT വരുമ്പോ ഒന്നുകൂടി നന്നായിട്ട് ഇരുന്ന് അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് കാണാം. ഇത് ഒറ്റയ്ക്ക് കാണാൻ പോയിട്ട് പണി വാളിയിട്ട് വന്നു. അപ്പൊ ഫാമിലി ആയിട്ട് നമുക്ക് ഇനി OTT ഇരുന്ന് കാണാം. അപ്പൊ കാണാത്തൊക്കെ എല്ലാരും പോയി എമ്പുരാനൊക്കെ കണ്ട് വെക്കേഷനൊക്കെ അല്ലേ, ഒരു കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി പടം മോശം എന്ന് പറയാനില്ല കേട്ടോ, കാരണം ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ട് പോയിട്ടാണ്. കാരണം പടം നല്ലത് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനും പറ്റില്ല, കാരണം ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് പറയാനുള്ളൊരു അർഹതയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ഹാഫ് ആണ്, സെക്കൻഡ് ഹാഫ് മാത്രം കണ്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാനില്ല. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. ബൈ ബൈ.